ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. അഗ്നിനേത്ര ഭാഗം 21. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളായിരുന്നവൾ. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അവൾക്ക് അവരോട്. അവളെ ലോകമേ അവൾ അപ്പയും അമ്മയുമായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ആക്സിഡൻറ്റിൽ അവൾ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ അവൾ ആകെ തകർന്നുപോയി. ഡിപ്രഷൻ വരെ എത്തിയത്. എല്ലാവർക്കും രാജകുമാരിയായിരുന്നവൾ. അച്ഛനും അമ്മയും മരിച്ചതോടെ എല്ലാവർക്കും ബാധ്യതയായി മാറി. അവൾ സ്നേഹിച്ചവരും സ്വന്തമായി കണ്ടിരുന്നവരും അവളെ നിഷ്കരണം തള്ളി പറഞ്ഞു. അവളെ ഉപേക്ഷിച്ചു. അവളെ അനാഥയാക്കി എല്ലാവരും പോയി. അന്ന് അവൾ തകർന്നതാ. അതാ ഞാൻ പറഞ്ഞത്. തൻ്റെ മുഖത്ത് നോക്കാതെ സംസാരിക്കുന്നവളെ കണ്ടതും എന്തോ സംശയം തോന്നിയെങ്കിലും കാശി കൂടുതൽ അതിനെപ്പറ്റി ചോദിക്കാൻ നിന്നില്ല. താൻ പേടിക്കണ്ട, ബന്ധങ്ങളിൽ മായം ചേർക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അവളെ ഞാൻ കാർത്തുവിനെ പോലെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ അതേ സ്ഥാനം കൊടുത്തിട്ടുമുണ്ട്. വെറും വാക്ക് പറഞ്ഞ് ശീലമില്ല എനിക്ക്. അവളുടെ ദേഹത്ത് ഒരു മൺതരി പോലും വീഴാതെ സംരക്ഷിക്കാനും അവളുടെ എന്താവശ്യങ്ങൾക്കും കൂടെ നിൽക്കാനും ഒരേട്ടൻ്റെ സ്ഥാനത്ത് ഇനി അങ്ങോട്ട് ഞാനുണ്ടാകും. അറിയില്ല, എൻ്റെ കാർത്തുവിനോടല്ലാതെ ഒരു പെൺകുട്ടികളുമായി എനിക്ക് വലിയ അടുപ്പമുണ്ടായിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടോ നേത്രയോട് വല്ലാത്തൊരു മാനസിക അടുപ്പം തോന്നുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാശിയുടെ വാക്കുകൾ ആത്മാർത്ഥമായി ആണെന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്നും ഗൗരിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഗൗരി അവനടുത്തേക്ക് നീങ്ങി നിന്നു. ഉറപ്പാണോ? എന്തു തന്നെയായാലും അവളെ കൂടെ നിൽക്കുമോ? എന്നെങ്കിലും വെറുക്കുമോ അവളെ? അത് ചോദിക്കുമ്പോഴുള്ള അവളെ കണ്ണുകളിലെ ഭാവം എന്താണെന്ന് അവന് മനസ്സിലായില്ല. ഞാനെന്തിനും വെറുക്കണം അവളെ? എൻ്റെ കുഞ്ഞു പെങ്ങളല്ലേ. അത് വിട്, താൻ വാ. അവളാകെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. അതും പറഞ്ഞ് കാശി തിരിഞ്ഞു നടന്നതും ഗൗരിയും അവന് പിന്നാലെ ചെന്നു. കുറേ നേരം നച്ചു അവളോട് മിണ്ടാതെ ഇരുന്നെങ്കിലും ഗൗരിയുടെ കണ്ണ് നിറയുന്നത് കണ്ടതും അവൾക്ക് സഹിച്ചില്ല. അവരുടെ സ്നേഹം കണ്ട് മനസ്സ് നിറഞ്ഞ് കാശി അവിടെ നിന്നും ഇറങ്ങി. 2 ദിവസങ്ങൾ കടന്നുപോയി. ഈ ദിവസങ്ങളിൽ അഗ്നിക്ക് പലപ്പോഴും കാശിയോട് നേത്രയെപ്പറ്റി ചോദിക്കണം എന്ന് തോന്നിയെങ്കിലും അവൻ മറുപടി പറയില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ ആ ശ്രമം ഉപേക്ഷിച്ചു. അവളെപ്പറ്റി വിവരമൊന്നും അറിയാത്തത് അവനിൽ അസ്വസ്ഥത നിറച്ചു. അസ്വസ്ഥനാവാൻ മാത്രം അവൾ തൻ്റെ ആരുമല്ല എന്ന് ബുദ്ധി ഉപദേശിക്കുമ്പോൾ താൻ കാരണമാണ് അവൾക്ക് ഈ അവസ്ഥ എന്ന് ഹൃദയമൊഴിയും. അവൻ്റെ അസ്വസ്ഥത അവൻ്റെ പ്രവൃത്തികളിലും വ്യക്തമായിരുന്നു. ഈ ദിവസങ്ങളിൽ എല്ലാവരോടും അനാവശ്യമായി അവൻ ദേഷ്യപ്പെട്ടു. ഒന്നിനു വേണ്ടിയും ഇതുവരെ ബിസിനസ്സിൽ വിട്ടുവീഴ്ച ചെയ്യാത്തവൻ പല മീറ്റിങ്ങുകളും കാരണമില്ലാതെ മാറ്റിവെച്ചു. അതെല്ലാം കാശി കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ പ്രതികരിച്ചില്ല. കാശിയെന്നും നേത്രയെ ചെന്ന് കാണുമായിരുന്നു. അവൾ നന്നായി തന്നെ അവനോട് സംസാരിക്കുകയും അടുക്കുകയും ചെയ്തു. എന്നാൽ ഗൗരി അവനോട് സംസാരിക്കാൻ തയ്യാറല്ലായിരുന്നു. അവൻ ചെന്നാൽ അവൾ അവൻ്റെ മുന്നിൽ നിന്നും മാറി നടക്കും. ആദ്യമൊക്കെ കാശി അങ്ങോട്ട് സംസാരിക്കാൻ ചെന്നെങ്കിലും അവളുടെ അവഗണന അവനെ ദേഷ്യം പിടിപ്പിച്ചു. പിന്നീട് കാശിയും അവളെ മൈൻഡ് ചെയ്യാൻ പോയില്ല. രാവിലെ ഒഫീഷ്യൽ ഡ്രസ്സിൽ തയ്യാറായി നിൽക്കുന്ന നേത്രയെ കണ്ടാണ് ഗൗരി റൂമിലേക്ക് കയറി ചെന്നത്. അവളെ കണ്ടതും ഗൗരി ഒരു നിമിഷം പകച്ചു നിന്നു. പെട്ടെന്ന് തന്നെ അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. എങ്ങോട്ടാ? അതേ ദേഷ്യത്തോടെ അവൾ നച്ചുവിനോട് ചോദിച്ചു. അവൾ ചോദ്യം കേട്ട ഒന്ന് പതറിയെങ്കിലും നേത്ര അവൾക്ക് മുന്നിൽ ചെന്ന് നിന്നു. എന്ത് ചോദ്യമാണ് ഗൗരി കൊച്ചെയ്ത്? ഞാൻ ഓഫീസിലേക്കല്ലാതെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാറില്ലെന്ന് നിനക്കറിയില്ലേ? അവളെ താടിയിൽ പിടിച്ചു വലിച്ച് നച്ചു പറഞ്ഞതും ഗൗരി ദേഷ്യത്തോടെ അവളെ കൈ തട്ടി മാറ്റി. നീ മറന്നു എന്ന് തോന്നുന്നു നച്ചു. ഹോസ്പിറ്റലിൽ വെച്ച് നിന്നോട് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു ഇനി അവിടെ നീ ജോലിക്ക് പോകില്ല എന്ന്. നീ എങ്ങോട്ട് പോകുന്നില്ല. ഇനിയും എന്തെങ്കിലും പറ്റാൻ സമ്മതിക്കില്ല ഞാൻ. പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളോട് താൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് അവൾ ഫോൺ എടുത്ത് എടിയെ വിളിച്ചു. ഗൗരി ദാ. നച്ചു വന്നതും ഗൗരി മുഖമുയർത്തി അവളെ നോക്കി. മുന്നിലെ നീട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോണിൽ എടിച്ചായ നിന്ന് കണ്ടതും അവൾ കണ്ണു കൂർപ്പിച്ച് നച്ചുവിനെ നോക്കി. ശേഷം ഫോൺ വാങ്ങി ചെവിയിൽ വെച്ചു. കുറച്ചു നേരം സംസാരിച്ച ശേഷം ഫോൺ വയ്ക്കുമ്പോൾ ഗൗരിയുടെ സങ്കടം മാറിയുന്നു. അത് നച്ചുവിനും മനസ്സിലായി. സന്തോഷത്തോടെ അവർ ഭക്ഷണം കഴിച്ചിറങ്ങി. ഓഫീസിലേക്ക് കയറുമ്പോൾ അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു ഉന്മേഷം തന്നെ പൊതിയുന്നതായി അഗ്നിക്ക് തോന്നി.
പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് മാത്രം അവന് മനസ്സിലായില്ല. ക്യാബിൻ തുറന്ന് അകത്തേക്ക് കടന്നതും അവിടെ ഫയൽ തുറന്ന് കാര്യമായി എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്ന നേത്രയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു. അവൻ്റെ ചുടികളിൽ ഒരു പുഞ്ചിരിയും. അവൻ്റെ കണ്ണുകൾ പരിക്ക് പറ്റിയ അവളെ കയ്യിലേക്ക് പതിഞ്ഞു. കെട്ടൊക്കെ അഴിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് കണ്ടതും എന്തുകൊണ്ടോ അവന് ആശ്വാസം തോന്നി. സർ. നേത്രയുടെ വിളിയാണ് അവനെ സ്വബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അവൻ പെട്ടെന്ന് മുഖത്ത് ഗൗരവം എടുത്തണിഞ്ഞു. യെസ് നേത്ര, എന്താണ് ഇന്നത്തെ പ്രോഗ്രാംസ്? തീർത്തും ഒഫീഷ്യലായി അവൻ ചോദിച്ചതും അവൾക്ക് ദേഷ്യം വന്നു. അന്ന് ഹോസ്പിറ്റലിൽ നിന്നും പോയതാണ്. തനിക്കിപ്പോൾ എങ്ങനെയുണ്ടെന്നോ ഓക്കെ ആണെന്നോ ഒരു ചോദ്യം പോലുമില്ല. അതിനൊപ്പം അവൻ്റെ നാവിൽ നിന്നും ചാരു എന്ന വിളിക്കു പകരം നേത്ര എന്ന് കേട്ടപ്പോൾ അവൾക്ക് സങ്കടവും തോന്നി. അതെന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. തൻ്റെ അപ്പയല്ലാതെ തന്നെ മറ്റാരും അങ്ങനെ വിളിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എന്തുകൊണ്ട് മറ്റൊരാൾ അങ്ങനെ വിളിച്ചു കേൾക്കാൻ താൻ ആഗ്രഹിക്കുന്നു? ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ നുരഞ്ഞു പൊന്തി. നേത്ര. അഗ്നി കനപ്പിച്ച് വിളിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി. ശേഷം അന്നത്തെ പ്രോഗ്രാംസ് അവന് പറഞ്ഞു കൊടുത്തു. അത് കേൾക്കുന്ന സമയവും അഗ്നിയുടെ ശ്രദ്ധ നേത്ര അറിയാതെ അവളിൽ തന്നെയായിരുന്നു. കെട്ടഴിച്ചെങ്കിലും അവളുടെ ഉള്ളം കൈയിലെ നീളത്തിലുള്ള മുറിപ്പാട് അവനിൽ നീറ്റിലുണ്ടാക്കി. പെട്ടെന്ന് അവൻ അന്നത്തെ ഫോൺ കോൾ ഓർമ്മ വന്നതും അവനിൽ അതുവരെ ഉണ്ടായിരുന്ന ഭാവം പോയി മറഞ്ഞു. അവളിലേക്ക് ചെന്ന് എത്തി നിൽക്കുന്ന തൻ്റെ ചിന്തകളോട് പോലും അവന് പുച്ഛം തോന്നി. ആ ദേഷ്യം മുഴുവൻ അന്ന് പല കാരണങ്ങൾ കണ്ടെത്തി അവൻ നേത്രയിൽ തന്നെ തീർത്തു. അവൾ എന്നാൽ അതൊന്നും കാര്യമാക്കാതെ തൻ്റെ ജോലികൾ ഭംഗിയായി നിർവഹിക്കുന്നത് അവനിൽ ആശ്ചര്യമുണ്ടാക്കി. കാശിയോട് നേത്ര ഒരുപാട് സംസാരിക്കുന്നതും ചിരിക്കുന്നതും അഗ്നി അത്ഭുതത്തോടെ നോക്കി നിന്നു. അവർ തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് തന്നെ കാശി അവളെ എന്നും ചെന്ന് കണ്ടിരുന്നു എന്ന് അഗ്നിക്ക് മനസ്സിലായി. തന്നോട് ആ വിവരം ഒന്ന് കാശി പറയാത്തതിൽ അഗ്നിക്ക് പരിഭവം തോന്നി. ദിവസങ്ങൾ കടന്നു പോകെ നേത്ര പൂർണ്ണമായും അഗ്നിയെ അവഗണിച്ചു. ഒഫീഷ്യൽ കാര്യങ്ങളല്ലാതെ ഒരു വാക്കുപോലും അവൾ സംസാരിച്ചില്ല. അതവനിൽ കാരണമറിയാത്ത ദേഷ്യം നിറച്ചു. അവളെ കാണിക്കുവാനായി അവളുടെ മുന്നിലൂടെ അവൻ പല പെണ്ണുങ്ങളുടെയും ഒപ്പം അടുപ്പം കാണിക്കുകയും അവരെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ അവൻ്റെ പ്രവൃത്തി അവളിൽ അവനോടുള്ള പൂർണ്ണമായി വെറുപ്പ് നിറച്ചു. അവനോട് മനസ്സിൻ്റെ ഒരു കോണിൽ തോന്നി തുടങ്ങിയ ചെറു അടുപ്പം പോലും പോയി മറഞ്ഞു. അവളുടെ വെറുപ്പ് അവനോടുള്ള പെരുമാറ്റത്തിൽ നിന്നും അഗ്നിക്ക് മനസ്സിലായി. അവളെ കാണിക്കുവാനായി പെണ്ണുങ്ങളെ കൊണ്ടുപോയെങ്കിലും അവരുടെ ഒരു സ്പർശം പോലും അവനിലുള്ള അസ്വസ്ഥത കൂട്ടി. അവരെ തിരികെ ഒന്ന് സ്പർശിക്കുക പോലും ചെയ്യാതെ അവരെയൊക്കെ പറഞ്ഞയച്ചു. സമാധാനത്തിനായി മദ്യത്തിൽ ആശ്രയം കണ്ടെത്താൻ നോക്കിയപ്പോൾ ഓരോ തുള്ളിയും അവൻ്റെ ഉള്ളു പൊള്ളിച്ചു. എല്ലാ കുപ്പികളും അവൻ ദേഷ്യത്താൽ എറിഞ്ഞുടച്ചു. അവൻ്റെ പ്രവൃത്തികൾക്ക് പിന്നിലെ കാരണം മനസ്സിലായില്ലെങ്കിലും അവനിലെ മാറ്റം കാശിയിൽ സന്തോഷമുണ്ടാക്കി.